ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുറെ സമയമെടുത്ത് അവസാനം ജിസേൽ ആ ഒരു പസിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അത്ര ടഫായിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, 2 മാസമായിട്ട് അതിനകത്ത് കഴിയുന്നവരാണ് ഇവര്. ഇതിപ്പോ 60ാമത്തെ ദിവസം ആവാനായിട്ട് പോവാണ്. പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ആ ഹൗസിനകത്ത് കഴിഞ്ഞവരാണ്. അങ്ങനെയുള്ളപ്പോൾ ആ വീടിനെ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ ഇവർക്ക് എല്ലാവർക്കും തന്നെ പറ്റേണ്ടതാണ്. ജിസേലിന് ഇത്തിരി സമയം എടുത്തു എന്നുണ്ടെങ്കിലും പസിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ടാസ്കിലേക്ക് കടന്നു. അത് മനോഹരമായിട്ട് തന്നെ ജിസേൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ബിഗ് ബോസ് 2 ക്ലൂ ഇതിനിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. ആകാശം പിന്നെ പാത്വേ എന്നൊക്കെ പറഞ്ഞ് ക്ലൂ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജിസേലിന് കുറെ കൂടി വേഗം നിന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. പിന്നെ രണ്ടാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൈ മാത്രം ഉപയോഗിച്ച് ഈ കാണുന്നത് പോലൊരു സ്ക്യൂർ വെച്ചിട്ട് പിരമിഡ് ഉണ്ടാക്കണം. ഇതാണ് രണ്ടാമത്തെ ടാസ്ക്. ഈ ടാസ്ക് നല്ല രീതിയിൽ തന്നെ ജിസേൽ കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് മമ്മിയോട് ഒറ്റയ്ക്ക് ജിസേൽ സംസാരിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. നിവിൻ വിടുന്നൊന്നുമില്ല, പക്ഷെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. മമ്മി ജിസേലിനെ തെറിയാണ് കേട്ടോ. തെറി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നല്ല രീതിയിൽ തന്നെ വഴക്ക് പറയുന്നുണ്ട്. ആ ഒരു മൂഡിലാണ്. എന്നും ഈ കാണുന്ന സാധനം ചെയ്യാൻ എന്താ ഇത്രയ്ക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അവരൊക്കെ വെളിയിൽ വന്നിരിക്കുന്നതാണ്, മോള് മാത്രം വെളിയിൽ വന്നിരിക്കുന്നില്ല എന്നൊക്കെ ജിസേലിന്റെ അടുത്ത് പറയുന്നുണ്ട്. എല്ലാം നല്ലതാണ്. മോള് നല്ല രീതിയിൽ തന്നെ ടിപ് ടോപ്പ് അടിച്ച് നടക്കുന്നുണ്ട്, എല്ലാവരോടും മിണ്ടുന്നുണ്ട്, നല്ലപോലെ ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ലക്ഷ്യം ടോപ്പ് 3 ആണ്. അത് മനസ്സിൽ കണ്ടിട്ട് വേണം ഗെയിം കളിക്കാനായിട്ട്. അതല്ലാതെ വേറെ ഒന്നും മനസ്സിനുള്ളിൽ പാടില്ല, മൈൻഡിനുള്ളിൽ പാടില്ല എന്ന് ജിസേലിന്റെ അടുത്ത് ഒരു ഉപദേശം പോലെ മമ്മി കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗാർഡൻ ഏരിയയിൽ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഇവര് മിണ്ടുമ്പോൾ കൊടുക്കുന്ന ഒരു ഉപദേശമാണ്.